ഹായ്. അപ്പോൾ ഇന്നൊരു ഹോം വീഡിയോ ആണേ. ഇന്ന് അവധി ദിവസമൊക്കെ ആയിട്ട് വീട്ടിൽ ഇരിക്കുകയാണല്ലോ. അപ്പം എന്തായാലും ഹസ്ബൻഡിന് പണിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ മുരിങ്ങക്കായ് പറിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാരകത്തോട് ചേർന്നൊരു മുരിങ്ങ മരമുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ വാർക്കയുടെ മുകളിൽ നിന്നെങ്കിലാട്ടോ നമുക്ക് പറിക്കാൻ പറ്റുള്ളൂ. അപ്പം തോട്ടിയായിട്ട് കയറി ഞങ്ങൾ ഒരെണ്ണം പറിച്ചപ്പോഴത്തേക്ക് നാരകത്തിൻ്റെ കമ്പയിൽ തങ്ങി. പിന്നെ ചേട്ടനെ തോട്ടിയും കൊണ്ട് കുത്തിയിട്ടു. പക്ഷെ അത് മുഴുവനായിട്ട് നമുക്ക് പറിക്കൽ തോട്ടിയും കൊണ്ട് എത്തില്ല എന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ ചേട്ടൻ പറഞ്ഞു കയറെടുത്തിട്ട് വരാം, നമുക്ക് കമ്പ് വലിച്ചൊടിച്ചിട്ട് പറിക്കാം. ഒടിച്ചിട്ടാണ് അതിന് മുന്നേ പറിക്കാറ് കേട്ടോ, അങ്ങനെയാണ് നടക്കുള്ളൂ. ചേട്ടൻ എടുക്കാമെന്ന് പറഞ്ഞ് താഴെ ഇറങ്ങിപ്പോയി. അപ്പോൾ അതായത് നാരകത്തിൻ്റെ കമ്പ് മുഴുവൻ വാർക്കായിട്ട് അടിഞ്ഞെടുക്കും. നേരത്തെ പ്രാവശ്യം നമ്മൾ വെട്ടിയതാണ് കേട്ടോ. ഓക്കെ, അപ്പോഴാണ് നോക്കുമ്പോൾ അത് നാരകത്തിൻ്റെ ഇടയ്ക്ക് ഒരു നാരങ്ങ ഉണ്ടായി കിടക്കുന്നു. ഒരെണ്ണം അല്ലാട്ടോ, രണ്ടെണ്ണം ഉണ്ടായി കിടക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് എങ്ങാണ്ട് പൂത്തതാണ്, നമ്മൾ കണ്ടില്ല. നാരങ്ങ തീർന്നെന്ന് കരുതിയാണ് നമ്മളിരുന്നത്. പക്ഷേ മുകളിൽ കയറിയപ്പോഴാണ് കണ്ടേ. പിന്നെ കുറേ തവണ ചേട്ടൻ കമ്പ് എറിഞ്ഞു നോക്കി കേട്ടോ, ആദ്യമൊന്നും കിട്ടിയില്ല. ഇങ്ങനെ ഉടക്കുന്ന കമ്പി ഉടക്കിയിട്ടിട്ടാണ് വലിച്ചത്. ലാസ്റ്റ് ഒരു വിധത്തിന് ആണ് കമ്പി ഉടക്കിയിട്ട് വലിച്ച കമ്പ് ഒടിച്ചേട്ടോ. ഒടിച്ചിട്ട് കുറച്ച് ഒരു കമ്പയിലുള്ളതാട്ടോ പറിച്ചുള്ളൂ. കുറച്ചെണ്ണം ശരിക്കും മൂപ്പായില്ല എങ്കിലും കുറച്ച് നമ്മൾ കറി വയ്ക്കാനായിട്ട് കുറച്ചെണ്ണം പറിച്ചു. പിന്നെ അടുത്ത വീട്ടിലൊക്കെ കൊടുക്കാനായിട്ട് കുറച്ചെണ്ണം കൊടുക്കുകയും ചെയ്തു കേട്ടോ. ഇത് നമ്മുടെ ആ ഇരുമ്പൻ പുള്ളിയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ തീർന്നപ്പോഴത്തേക്ക് അടുത്ത പൂവ് വിരിഞ്ഞും തുടങ്ങി കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ രണ്ടാമത് കിടക്കുന്ന നാരങ്ങയും കൂടെ കണ്ടത് കേട്ടോ. ഇലമറവിൽ കിടക്കുന്നതുകൊണ്ട് കണ്ടില്ല, ഇച്ചിരി മുഴുത്ത് വന്നെങ്കിൽ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ രണ്ടെണ്ണം കൂടെ ഉണ്ട്. അപ്പോൾ ചേട്ടൻ കമ്പ് വെട്ടാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതും കൂടെ തീരട്ടെ, ആ രണ്ടെണ്ണം കൂടെ മൂത്തിട്ട് കമ്പ് വെട്ടിക്കളയാം, താഴെ നിന്ന് വെട്ടാം. കാരണം മുന്നേ വെട്ടിയിട്ടും ആയില്ല. അപ്പോൾ അതുകൊണ്ട് എത്രയാണ് നമുക്ക് പറിച്ച് കിട്ടിയേട്ടോ. അപ്പോൾ ഉള്ളതുകൊണ്ട് നമ്മൾ അയലക്കത്തെ വീട്ടിലും ചേട്ടൻ്റെ വീട്ടിലും ഒക്കെ കൊടുത്തു. പിന്നെ കുറച്ച് ഇലയും പൂവും കൂടെ പറിച്ചെടുത്തു നമുക്ക് തോരൻ വയ്ക്കാനായിട്ട്. അപ്പോൾ എത്രയാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.